എണീക്കടാ, നിന്നെ ഞാൻ കൊല്ലൂടി പട്ടി. അങ്ങനല്ല, ഞാൻ പറയട്ടെ. അവക്ക് കിടക്കയിലും മുള്ളലും നിർത്താനായില്ല, കല്യാണം കഴിച്ചു വന്നിരിക്കുന്നു. എടാ, ശരിക്കും കെട്ടിയില്ല. പിന്നെ രണ്ടും കൊളാബ് കിട്ടിയ പൊക്കൈമാലയും കൊണ്ടാണോ വന്നിരിക്കുന്നേ? നീ വാ, ഇന്ന് നിനക്ക് ഞാൻ കഥ പറഞ്ഞുതരാം. ഞാൻ പോയിട്ട് വരുമ്പോ രണ്ടിനെ ഇവിടെ കാണണം. എന്നാലും എന്റെ അച്ചു, നിന്റെ ലൈഫിൽ മാത്രം എവിടുന്നാടി ഇത്രയും ടെസ്റ്റ് സംഭവിക്കുന്നേ? എല്ലാം വിധിയുടെ വിളയാട്ടം. ടിവിയുടെ സ്പീക്കർ അടിച്ചു പോയോ? ടിവിയുടെ അല്ല, നിന്റെ ഏട്ടന്റെയാ. അത് ഞാൻ ചോദിക്കാൻ മറന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? അവിടെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. എന്നാ പുറകിലെ വാഴയുടെ ചോട്ടിൽ വെച്ചാ പോരായിരുന്നോ? വാഴയ്ക്കൊരു ഊന്നാവായിരുന്നല്ലോ. എടി ആലാവലാതി, നീ ഇനി എന്റെ അടുത്ത് വരുവോടി? അയ്യോ, ഞങ്ങളെന്നാ നിക്കവിടെ. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അയ്യ, ഞാൻ കാത്തു നിക്കുവായിരുന്നു. ഒന്ന് പോടാ. നീ ചെന്നൈന്ന് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ? ഈ മാലയും പൊക്കെ മതിയോ? നീ എന്റെ കൊച്ചിനൊന്നും മേടിച്ചു കൊടുത്തില്ലടാ? ഷഡിയും ബ്രേസറും. ഗൈസ് പ്ലീസ്, ഇവക്ക് ജാനുന്റെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വേറെ വേണമെന്ന് പറഞ്ഞപ്പോ മേടിച്ചു കൊടുത്തതാ. ഒരു നിമിഷം ഞാൻ എന്തൊക്കെയോ. അല്ല, അപ്പൊ ജാനുവോ? എടി വൃത്തികെട്ടവളെ, നീ എന്റെ അടുത്തിട്ടോ? എനിക്ക് അപ്പോയിട്ട് മേടിച്ചു തന്നായിരുന്നു. ഇതൊക്കെ എപ്പോ? അല്ല, അതൊക്കെ എമർജൻസി അല്ലേ. ജാനു വാ പോവാ, ഇനി ഇവിടെ നിക്കണ്ട. അതെ, രണ്ടും ഇക്കാര്യം ഇതോടെ വിട്ടേക്കണം. എന്റെ പൊന്ന് ചേച്ചി, ഇതിനെ വെറുതെ തരാ പറഞ്ഞാ പോലും എനിക്ക് വേണ്ട. അയ്യ, അതിലിപ്പോ ഞാൻ തന്നെ കെട്ടാൻ മുട്ടി നടക്കുക. അത് വിട്, കഴിഞ്ഞില്ലേ, നിങ്ങൾ പോവാൻ നോക്ക്. ചേച്ചി താങ്ക്സ്. അത് സാരല്ല, ഞങ്ങളുടെ അനിയത്തിയെ നീ നോക്കിയില്ലേ? അയ്യോ, അതിന് എനിക്ക് വല്ല അവാർഡും മേടിച്ചായിരുന്നു. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. നിന്നെ എന്റെ കൈ കിട്ടൂടി. വാ പോവാ. ഞാനെന്നാ പോയിട്ട് വാ മോളെ. എങ്ങട്? ഇതൊള്ളേ. ഞാനൊരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാ. മേലാൽ ഈ വീടിന്റെ പടി ചവിട്ടരുത്, അങ്ങനെ വേണം പറയാൻ. വാ പോവാ, നമുക്ക് കാണാം. കാണാം. അതിന് നീ ഏതാ? എല്ലാരും സ്റ്റാൻഡ് വിട്ട് പോ. സന്ധ്യ ആവാനായി. ഞാൻ പോയി നീലാം സ്ട്രോങ്ങിന് കഞ്ഞി കൊടുക്കട്ടെ. അച്ചു, നാളെ വരാം. ഓക്കെ. റോഷ നിക്ക്, ക്ലൂ വല്ലോ? അവര് കണ്ണിക്കണ്ണി നോക്കുന്നത് പോലും കണ്ടിട്ടില്ല. ഓക്കെ, പൊക്കോ. ചുണ്ടും നോക്കിയത് പറഞ്ഞു കൊടുക്കട്ടെ. എടാ, നമുക്ക് ഇവരെ സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യാം. കേറ് സാറാ. ബൈ ഓൾ. ബൈ. ഞാൻ വീശിക്കോളാം. എന്നാ വീശ്. ബൈ. അയ്യ, ഏട്ടനെ ഞാൻ മിസ് ചെയ്ത്. നമ്മളൊന്നും മിസ് ചെയ്യാൻ ആരുമില്ലേ? സത്യം, കാരണം അവിടെ കിച്ചട്ട പോലെ ലൈറ്റ് ഉണ്ട്. അതാര്? കവിനേട്ടൻ. അതാരാ? ആ സാധനത്തിന്റെ ഫ്രണ്ടാ. അവരുടെ സ്റ്റുഡിയോ ഇല്ലേ, വലുതാ ഏട്ടാ. സിനിമ നടന്മാരൊക്കെ വരും. ഇവിടെ വരലുണ്ട്. ആറാട്ടണ്ണൻ. അളിയ, നീ പാരഡി പാടി നടന്നിട്ട് ഒരു കാര്യമില്ല. ഇല്ലടാ, ഞാൻ ഇനി ഒറ്റയ്ക്ക് നോക്കാം. അതാ നല്ലേ. വാ, നമുക്ക് പോയി ചായ കുടിക്കാം. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നീ അവളും ഒരു വീട്ടിൽ താമസിച്ചു പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. എനിക്കും. അത് ശരി. എന്തൊരു പെണ്ണാ അത്! ഞാൻ ഇതുപോലെ ഒരെണ്ണത്തിന് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു ഫാമിലിയെയും വേറെ കണ്ടിട്ടില്ല. വന്നതും പോയതും നിന്നതും ഒക്കെ ഒരു പെരി ലൂസ്. ഞാൻ മാത്രം അവിടെ നോർമൽ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണോ നീ അവനെ പ്രേമിക്കുന്നേ? പക്ഷെ എല്ലാവർക്കും ഭയങ്കര സ്നേഹ. ബാക്കി എല്ലാരും ഓക്കെ, പക്ഷെ ആ കുട്ടിപ്പിശാശ് എന്നാ ഒരു കടിയായിരുന്നു. കടിയോ? അതറിഞ്ഞില്ല അല്ലേ? വേൾഡ് വാർ 3 എവിടെയായിരുന്നു എന്നറിയോ? 2 വരെയല്ലേ ഉള്ളൂ. 3 നടന്നു അങ്ങ് ചെന്നൈയിൽ. ഇവിടുന്ന് ചെന്നൈ പോയിട്ട് നീ എന്ത് മല മറിച്ചു? ഞാൻ കാലെടുത്ത ഐശ്വര്യത്തിലല്ലേ വിജയ് സിംഹമായേ. എന്റെ പൊന്നു മോളെ, കുറച്ച് കൂടി പോയല്ലേ? കുറച്ചോ? പക്ഷെ സാരല്ല, നിന്നെ ഞങ്ങള് നന്നായി മിസ് ചെയ്തു. അയ്യോ, ഞാൻ നിങ്ങളെ അവിടെ എന്തൊരു ബോറായിരുന്നു. അവൻ മോശമായി ഒന്നും പെരുമാറിയില്ലല്ലോ. ഞാനും കിച്ചേട്ടനും പോലെ ചുമ്മാ വഴക്കൊക്കെ ഇട്ട്. ഞാൻ എന്നാ പോട്ടെ, ഇന്നെങ്കിലും കുടുംബത്തിൽ കയറി കിടക്കണം. അതെന്നാ വർത്താനാക്കിച്ചു? എന്തേച്ചി പ്രശ്നം? നീ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങള് നല്ല വീട്ടുകാരല്ലാന്നല്ലേ?
അയ്യോ, ഞാൻ എന്റെ വീട്ടിൽ കയറി കിടക്കുന്ന കാര്യം ഉദ്ദേശിച്ചത്. എന്നാ പൊക്കോ, നാളെ വരണേ, മനുവേട്ടനെ അൺബോക്സ് ചെയ്യാനുള്ളതാ. ഓക്കെ, ഗുഡ് നൈറ്റ് ഗായ്സ്. ഗുഡ് നൈറ്റ്. ഞാൻ മനുവേട്ടനെ കണ്ടിട്ട് വരാം. ഞാൻ കിടക്കാൻ പോവാ, നീ വാ. എന്തിനു? വാടി. ശരി. 2 ദിവസം അനിയത്തി അടുത്തില്ലാതായപ്പോ ഏട്ടന് സങ്കടായി. എന്താ ഏട്ടാ? നീ ഇല്ലാത്ത 2 ദിവസം വളരെ മനോഹരമായിരുന്നു. അത് ശരി, അവളുണ്ടായിരിക്കൂലേ? ചുമ്മാ പറഞ്ഞ. നല്ല ബോറായിരുന്നടി. നിന്റെ സൗണ്ട് ഇല്ലാണ്ട് ഈ വീട് ഉറങ്ങിയ പോലെ. പിന്നെ മനുവേട്ടന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് അതിന്റെ സൗണ്ടും പോയി. അച്ചൂസേ, എന്താ ഏട്ടാ? ഈ തല ഒന്ന് മസാജ് ചെയ്ത് തരുമോ? തോന്നി, നിന്റെ ഒളിപ്പീരി കണ്ടപ്പോഴേ തോന്നി അവന്റെ ഒരു മിസ്സിങ്. എടി മോളെ ചക്കര, ശരിക്കും മിസ് ചെയ്തടി. മനുവേട്ടാ, പൈസ ഇല്ല. അതല്ല, കുറച്ച് കഞ്ഞി എടുക്കട്ടെ. നിന്റെ ഏട്ടനാ വേട്ടാവളിയനപ്പുറത്തില്ലേ, അവന് കൊണ്ടു കൊടുക്ക്. അത് വേണമെങ്കിൽ തന്നെത്താൻ എടുത്ത് കുടിച്ചോളും. ഗുഡ് നൈറ്റ്. ആ അച്ചു, പിള്ളേരായിരിക്കും. ഇവര് കോളേജിൽ പോലും ഇത്ര നേരത്തെ എത്തൂലല്ലോ. ഗുഡ് മോർണിംഗ്. വരൂ വരൂ. നീ എണീറ്റേ ഉള്ളൂ? ഹാ, നിങ്ങൾ കഴിച്ചോ? ഏയ്, പിന്നെ എന്തിനാ മുട്ടെ അനുചേച്ചി ജീവിച്ചിരിക്കുന്നേ? അതേടാ, ഞാൻ നിന്റെയൊക്കെ കുക്കാണല്ലോ. ഇത്രയും കൈപുണ്യമുള്ള ആളെ വേറെ കിട്ടണ്ടേ? പുട്ടിന് കടല മാത്രം മതിയോ അതോ പപ്പടവും വേണോ? പപ്പടം ഇരുന്നോട്ടെ. അനുചേച്ചി പപ്പടം കഴിച്ചാലും വേറെ ലെവലാ. പിള്ളേരുടെ ഒരു കാര്യം. അപ്പൊ എന്താ പ്ലാൻ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകിട്ട് ചായയും കടി. അയ്യേ, ഇതെന്താ കുടുംബശ്രീ ക്യാൻറ്റീനോ? അതെ, കുടുംബത്തിലെ സ്ത്രീയായ അനുചേച്ചിയുടെ ക്യാൻറ്റീൻ. മോനെ റോഷ, വൈകിട്ട് പോകുമ്പോ പൈസ വെച്ചിട്ട് പോണേ. അതാ. അപ്പോ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ഹേ, യു സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ ചുമ്മാ നോക്കിയതാ. എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെട്ടിട്ട് എനിക്കെന്തിനാ? ഹേ അങ്കിൾ, നല്ല പ്രായമുണ്ടല്ലോ, വല്ല പണിക്ക് പോക്കൂടെ? അങ്കിള് നിന്റെ തന്തയാടാ നാറി. ഏയ്, ചില്ല് ചെയ്യാനാണ് നിങ്ങളെ വിളിച്ചത്, അല്ലാതെ കില്ലാനല്ല. എന്നെ ഇവനോട് മിണ്ടാതിരുന്നോളാൻ പറ. പിന്നെ ഞാനെങ്ങനെ അനുചേച്ചിനോട് തിന്നാൻ ചോദിക്കും? നീ ഇന്ന് പട്ടിണി അടക്ക്. അയ്യടാ. ഹാ, നീ വന്നോ? ഇറങ്ങാം. ഹാ, മനുവേട്ടാ സെറ്റല്ലേ? ഹാ, ഞാൻ നാളെ തൊട്ട് വരാം. അച്ചു, അനുചേച്ചി ഇറങ്ങാം. ഏട്ടാ വരുമ്പോ ബിങ്കോ കൊണ്ടുവരണേ. ആ, നീ വിളിക്ക് വൈകിട്ട്. ജാനു. ജാനുവോ? ജനനി കൃഷ്ണ. കോൾ എടുത്തോട്ടെ. സ്പീക്കറിലിട്. ഹലോ ജനനി കൃഷ്ണ, ഹൗ ഡു യു ഡു? ഞങ്ങളെല്ലാവരും ഇവിടെ വട്ടം കൂടി താങ്കളുടെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുവാണ്. നിനക്കെന്താ വയ്യേ? ദാ നിർത്ത്, അവളിതൊന്നും ചോദിച്ചില്ലല്ലോ. ഓ, ഫോൺ സ്പീക്കറിലാണോ? ഹോ, മനസ്സിലാക്കി കളഞ്ഞല്ലോ. എന്താടി? ഞാൻ അങ്ങോട്ട് വരാം, എനിക്കിവിടെ ബോറടിക്കുന്നു. അയ്യടാ, ഇങ്ങോട്ട് വരുന്നു വേണ്ട. റോഷ. ആ, ഞാനെന്ത് പറയാനാ, ഇത് അച്ചുവിന്റെ വീടല്ലേ? റോഷ. അല്ലെങ്കിൽ വന്നോട്ടെ അല്ലേ? റോഷ. പക്ഷെ അച്ചുവിന്റെ വീടാവുമ്പോ അച്ചു അല്ലേ തീരുമാനിക്കണ്ടേ? റോഷ. പക്ഷെ ഒരാൾ ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോ എങ്ങനെ വേണ്ടാന്ന് പറയാ അല്ലേ? റോഷ. പക്ഷെ ഹൗസ് ഓണറുടെ തീരുമാനമാണല്ലോ അന്തിമം. റോഷ. ഞാൻ പറഞ്ഞു കൊടുക്കൂ. ഒന്ന് നിർത്തിക്കേ, കൊറേ നേരായി. ഡി പെണ്ണെ, നിനക്ക് വരണമെങ്കിൽ നീ വാ. അയ്യടാ, നീ വരണ്ട. വരണം. വരണ്ട. വരണം. വരണ്ട. വരണം. ചുമ്മാ. നീ വരണ്ട. ഞാൻ വരും. ഇന്ന് 1 കിലോ അവള്. 1 കിലോ ആവില്ലോ? ഇന്ന് 1 കിലോ അവള് ഇങ്ങോട്ട് വരട്ടെ. അവളുടേതൊന്ന് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. കിട്ടിയാ? ഓ, അല്ലെങ്കിൽ വരട്ടെ. ഞങ്ങള് നല്ല മഹിമയുള്ള വീട്ടുകാരാ. വീട്ടിലെ വരുന്ന അതിഥികളെ അടിച്ചൊടിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. ഓ, അതുകൊണ്ടാ. വാ, പോവല്ലേ? തലയിരിക്കുമ്പോ വാലാടുന്നത് ശരിയല്ലല്ലോ. വ്യക്തമായില്ല. മനുവേട്ടനുള്ളപ്പോ നമ്മള് പോയി മെയിനാവുന്നത് ശരിയാണോ? നാളെ തുറന്നാ പോരെ? മോനെ അപ്പു,
വേണ്ട അല്ലേ? എന്നാ ശരി, ഞങ്ങള് പോവാ. അതല്ലേ ഞാനും പറഞ്ഞേ. അച്ചു, ദയവ് ചെയ്ത് അവൾ ഒരു മടി ഉണ്ടാക്കരുത്. അതൊക്കെ എന്റെ മൂഡ് അനുസരിച്ചിരിക്കും. ആ കുട്ടി നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? അവൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കോപ്പുമില്ല. നീ ഇങ്ങ് വന്നേ, നിന്ന് ചെയ്യണ്ട. റോഷ, ഞാൻ ക്രമസമാധാനം പാലിച്ചോളാം. ഡോൺ വറി. വാ, പോയി നടയടി കൊടുക്കാം. അച്ചു, അലമ്പാക്കല്ലേ. നീ അവളുടെ വീട്ടിൽ പോയിട്ട് അവള് നിന്നോട് ഇങ്ങനെയാണോ പെരുമാറിയേ? ഓ, ഇപ്പൊ നിങ്ങളൊക്കെ ഒരു ടീം. അയ്യോ, ഇതിനെയും കൊണ്ട്. ഹായ്. ഹാ, വാ. ആർച്ചയ്ക്ക് ഞാൻ വന്നത് വലിയ സന്തോഷായി തോന്നുന്നു. പിന്നെ ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. അതെ, ഇനി സന്ധ്യക്ക് തിരിയിട്ട് കത്തിച്ചാ മതി. ഒന്ന് നിർത്തിക്കേ. വാ, നമുക്കെന്തേലും ചെയ്യാം. ഇപ്പൊ മാർസുപിലാമി ഉണ്ട്. ഹെയ്തിയാണ് പൊട്ടത്തി. ഹാ, ബെസ്റ്റ്. വല്ല സിനിമയും കാണ്. ഓക്കെ. എന്റെ ദൈവമേ, എന്റെ ഒരു വിധി. പ്രസവിക്കാതെ തന്നെ 4 എണ്ണത്തിനെ നോക്കേണ്ട അവസ്ഥയാ. ഇങ്ങനെ പോയാ അതിനെ യോഗം കാണൂ. ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം 4. ഓക്കെ. ഇവര് ഇതുപോലെ ഒരു വീട്ടിലാണെങ്കിൽ പൊളിക്കൂലേ? ഏതുപോലെ? എടി പൊട്ടത്തി, നിനക്ക് മനസ്സിലായില്ലേ? അവള് കല്യാണം കഴിച്ചത് അവളുടെ ഫ്രണ്ടിന്റെ ഏട്ടനെയാ. മിണ്ടാതിരി. അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല മോനെ. അങ്ങനെ വല്ല ആഗ്രഹവും നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആഹാ, അപ്പൊ ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങളത് എങ്ങോട്ടാ? മിണ്ടാതിരുന്ന സിനിമ ആണ്. ഇത് തീരുമാനമായിട്ട് മതി ഇനി സിനിമ. സത്യം പറയടി, നിങ്ങൾ പ്രേമത്തിലല്ലേ? ആണോ റോഷ? നീ ഇതിനാ അവരോട് ചോദിക്കുന്നത്? അല്ല, അവൻ ഞാൻ ഈ വീട്ടിൽ നിന്നപ്പോ കണ്ടതാണല്ലോ. അപ്പൊ നിനക്ക് തോന്നിയോ ഞങ്ങൾ ഇഷ്ടത്തിലാന്ന്? എവിടുന്ന്? ജാനുവിനെ കണ്ട അപ്പോട്ടൻ 1 കിലോമീറ്റർ ദൂരത്തിലാ നടക്കുക. അത്രയ്ക്ക് വേണ്ട. പക്ഷെ നീ എന്റെ സംശയത്തിന്റെ നിഴലിലാണ്. നീ എങ്ങനെ അമ്പലത്തിൽ വന്നു? കാറിന് വന്നു. അയ്യേ, കിച്ചോട്ടന്റെ ചളി പോലും ഇതില് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒന്ന് മിണ്ടാതിരിക്കോ രണ്ടും. സിനിമ പിന്നെ എന്തിനു വെച്ചിരിക്കുക? എനിക്ക് ഈ വൃത്തിയൊക്കെ സിനിമ കാണണ്ട, എന്റെ മൂഡ് പോയി. എനിക്ക് ഈ സിനിമ മതി. അത് പറയാൻ നീ ആരാടി? ഇതെ പെണ്ണെ, നിർത്തിക്കോ. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ആഹാ, നീ എനിക്ക് ഓർഡർ ഇടാനായോ? മൂവായാലും പല്ലി. ഈ പല്ലുകൊണ്ടൊന്ന് കടിച്ചാലുണ്ടല്ലോ, നിന്റെ 1/2 കിലോ ഇറച്ചി അടർന്നിങ്ങ് പോരും. അതെനിക്ക് അറിയാടി, രാക്ഷസി. രാക്ഷസി നിന്റെ അമ്മായിയമ്മ. എന്റെ അമ്മായിമ്മ പറയാൻ നീ ആരാടി? നല്ല രസമുണ്ടല്ലേ? മര്യാദക്ക് രണ്ടിനെയും പിടിച്ചു വെച്ചോ. നീ ഇത് തുടങ്ങി വെച്ചേ. എക്സ്ക്യൂസ് മീ ഗേൾസ്. കടക്ക് പുറത്ത്. എന്താ ഇവിടെ നടക്കുന്നേ? ഓ, ഏത് നേരത്താണോ ഇതുങ്ങളൊക്കെ? എന്താ വരാൻ പറഞ്ഞേ? ഹാവൂ, ചത്തിട്ടില്ല. ക്രമസമാധാനം പാലിച്ചോളാന്ന് പറഞ്ഞ തെണ്ടി അവിടെ. അവനാ ഇത് തുടങ്ങി വെച്ചത്. ഞാനൊരു അഭിപ്രായം പറഞ്ഞതാ. അച്ഛമ്മ, നിന്റെ അമ്മൂമ്മ. നിങ്ങളുടെ കളക്കളയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ, അപരാധം പറയരുത്. ടെൻഷൻ കൊണ്ടാ. അപവാദം പറയരുത്. എന്റെ അനിയത്തിയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞ ആരാ? നിന്റെ അനിയത്തി. അതാണ് ആചാരം. ഇവളെന്റെ കൂട്ടുകാരിയൊന്നല്ല. ഹാ, അതാ പോയില്ലേ എല്ലാം. എന്തു പോയി? നിങ്ങൾ കൂട്ടുകാരികളാവാതെ ഇവൻ എങ്ങനെ അവളെ അനിയത്തിയായി കാണും? പറ. ലോജിക്കൽ ഡാമേജ്. അതുകൊണ്ട് നിങ്ങൾ വേഗം ഫ്രണ്ട്സ് ആയിക്കോ. അപ്പൊ പേടിക്കണ്ടല്ലോ. അല്ല, അതെങ്ങനെ ശരിയാവും? അതൊന്നും എനിക്കറിയില്ല. വേഗം ഫ്രണ്ട്സ് ആയിക്കോ. അപ്പോട്ടെ നൈസായിട്ട് ചെക്ക് വെച്ചു. ഗേൾസ്, നിനക്ക് എന്താടാ വേണ്ടേ? ചുമ്മാ. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആവുന്ന ആ ശുഭമുഹൂർത്തം എന്നാ? അയ്യ, എല്ലാം നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഇവളോട് ഫ്രണ്ടായ ഞാൻ എന്റെ തല മൊട്ടയടിക്കും. ബെറ്റ്. ബെറ്റ്. ഒരു ഫുൾ മന്തി. 2 ഫുൾ മന്തി. ദൈവമേ, ഞാൻ നേർച്ച നേർന്നത് നടത്തിക്കും. ആരാ വന്നേ? ഞാൻ പോയി നോക്കാം. ഇത് ഓപ്പൺ ആയിരുന്നോ? അയ്യേ,
അനുചേച്ചി, നിന്റെ അളിയൻ ഫസ്റ്റ് ഗോൾ അടിച്ചോ? ഡാ, എന്താ നീ കാരണല്ലേ അവളെ ഛർദിക്കുന്നേ? ആ, അത് ഞാൻ അറിയാണ്ട്. അറിയാണ്ടോ? ഇതൊക്കെ അറിയാണ്ടാണോടാ നാറി? ഞാൻ വാതില് തുറന്നു കിടക്കുന്ന കണ്ടപ്പോ നാറി വാതില് തുറന്ന് കിടക്കുന്നുണ്ടാ നീ കറി തല്ലണ അവനെ. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. ഇതെന്താ ഇങ്ങനെ ഇവിടെ കിടന്നുറങ്ങുന്നേ? ഇവൻ കാരണല്ലേ നീ ഛർദിച്ചേ? ആ ദുഷ്ടൻ. എടീ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ അവളെ പേടിപ്പിക്കുന്നോ? അപ്പോ പോലീസിനെ വിളിക്ക്. പോലീസോ? ജാനു, നിന്റെ അടുത്തുനിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ലടാ. ദാ, നിന്റെ ഈ പെങ്ങളെ പൊന്നു പോലെ ഞങ്ങളെ നോക്കിയേ. എന്നിട്ട് നീ ഞങ്ങളോട് ഈ ചതി ചെയ്തു. അവക്ക് ചോദിക്കാനും പറയാൻ ആരില്ലാന്ന് കരുതിയോ നീ? അവക്ക് ഞങ്ങൾ എല്ലാരും ഉണ്ട്. പോലീസിനെ വിളിക്കും മനുവേട്ടാ. ഈ കേസൊക്കെ പോലീസ് എടുക്കോ? പിന്നെ ഇതെടുത്തില്ലെങ്കിൽ പിന്നെ അവരെന്തെടുക്കും? ഐ എം സോറി ജാനു, നിന്റെ ഏട്ടനൊക്കെയാ. പക്ഷെ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ഭാഗത്താ ശരി. എന്ത് ശരി? എന്നാൽ ഇവളുടെ വായിന്ന് ഇതുകൊണ്ടൊന്നും ഞാൻ നിന്നെ ഫ്രണ്ടാക്കുന്ന് വിചാരിക്കണ്ട. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചാലും എന്നോട് പറയുന്നതാണല്ലോ. ഞാൻ പറയാൻ വന്നതാ, അപ്പോഴേക്ക് ഇങ്ങനെ പറഞ്ഞില്ലേ? നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ ഇവൻ ചെന്നൈന്ന് മോശമായി പെരുമാറിയോന്ന്? ഞാൻ പറഞ്ഞല്ലോ ഇല്ലാന്ന്. അപ്പൊ നിന്റെ സമ്മതത്തോടെയാണോ? അയ്യാ, എനിക്കെന്താ പ്രാന്തല്ലേ? ഇങ്ങനെ ഇപ്പൊ വാതിൽ തുറന്നു വന്നപ്പോ സംഭവിച്ചതാ. ഇവനെന്താ വിത്തുകളയോ സെക്കൻഡ്സിൽ ഗർഭമുണ്ടാക്കാൻ? ഗർഭോ? ആ ആഹാ, മനുവേട്ടാ ഫൈനലി കൺഗ്രാറ്റ്സ് ചേച്ചി. എന്റെ വീട്ടിലെ കുഞ്ഞാവ് വരുന്നേ, എന്റെ വീട്ടിലെ കുഞ്ഞാവ് വരുന്നേ. ഗിരി പൊട്ടത്തി, എനിക്കല്ല ഗർഭം, നിനക്കാ. എനിക്കോ? ആ, നീ ഛർദിച്ചില്ലേ? അതിങ്ങനെ കാരണ. ആ, അത് തന്നെയാ ഞങ്ങളും പറയുന്നേ. പുള്ളി നിന്നെ ഗർഭിണിയാക്കിയില്ലേ? അയ്യേ, അയ്യോ, ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈ കുടുംബത്തോട് ഇത് വേണ്ടായിരുന്നു ജതിനേട്ടാ. ഈ പാപൊക്കെ എവിടെ കൊണ്ടു ചെന്ന് തീർക്കും താൻ? പോലീസിനെ വിളി മനുവേട്ടാ. നിക്ക്, പോലീസിനെ വിളിക്കാൻ വരട്ടെ. നിങ്ങൾക്ക് പറയാനുള്ളത് മൊത്തം പറഞ്ഞു കഴിഞ്ഞോ? ഇത്രയും ഒപ്പിച്ച് വെച്ചിട്ട് ഡയലോഗ് അടിക്കുന്നോ നീ? നിന്നെ തല്ലിക്കൊല എനിക്ക് അറിയാൻ പാടില്ലാണ്ടല്ല. ഒന്ന് നിർത്ത്. ഞാൻ ഗർഭിണിയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? നീ ഛർദിച്ചില്ലേ? അപ്പൊ അന്ന് കിച്ചേട്ടൻ അനുചേച്ചിയുടെ സ്പെഷ്യൽ കറി കഴിച്ച് ഛർദിച്ചതോ? അത് വേ ഇത് റേ. അതിന്റെ ഇടയിൽ കൂടെ നീ എന്റെ കുക്കിങ്ങിനെ കളിയാക്കണ്ട. ഇനിയെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ, നീ മിണ്ടരുത് എന്ന് ഇവളെന്താ നടന്നേ പറയട്ടെ. എല്ലാം ചെയ്തതും പോരാ, എന്നിട്ട് അത് അവളെ കൊണ്ട് അവളുടെ ആങ്ങളമാരുടെയും ബാക്കിയുള്ളവരുടെയും മുമ്പിൽ നിനക്ക് പറയിക്കണമല്ലടാ. ആ വേണം. ആദ്യം അവള് പറയട്ടെ, എന്നിട്ട് നിങ്ങൾ പോലീസിനെ പട്ടാളത്തിനെ വിളിക്ക്. എന്നാ അവള് പറയട്ടെ, എന്നിട്ട് ഇവനെ പഞ്ഞിക്കിടാം. ഞാൻ വാതില് തുറന്നു കൊടുക്കാൻ പോയി, അപ്പോഴേക്ക് ഇങ്ങനെ വാതില് തുറന്നു വന്നു. അപ്പൊ ഞങ്ങള് കൂട്ടിമുട്ടി. ഇങ്ങാരുടെ വൃത്തികെട്ട ചുണ്ട് എന്റെ ചുണ്ടിൽ തട്ടി. അതുകൊണ്ട് ഞാൻ പോയി ഡെറ്റോൾ ഇട്ട് കഴുകി. അപ്പൊ ഡെറ്റോൾ ഉള്ളിപ്പോയി. ചത്തുപോകുന്ന മേടിച്ച് ഞാൻ വായില് വിരലിട്ട് ഛർദിച്ചു കളഞ്ഞു. എന്തേ എല്ലാത്തിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നിന്നെ വിളിക്കുന്നു. അനുചേച്ചിയാ കൂടുതൽ പറഞ്ഞേ. ഞാനോ? മനുവേട്ടനല്ലേ? ആ, ഇനി അതും കൂടെ ഞാൻ ഏക്കാം. എന്ത്, പോലീസിനെ വിളിക്കുന്നില്ലേ? പഞ്ഞിക്കിടുന്നില്ലേ? അവർക്കതൊരു ബുദ്ധിമുട്ടായാലോ? ആണാ? എന്തൊക്കെ ആയിരുന്നു എല്ലാം കൂടെ. എന്റെ ബോഡിയിൽ ഇനി ഒരു സ്ഥലമല്ല നിങ്ങൾ കൈവെക്കാത്തെ. ഞങ്ങളെ കൊണ്ട് ഇത്രക്കല്ലേ പറ്റൂ. അയ്യോ, ഇവരടിച്ചോ? സ്നേഹം കൊണ്ടാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അത് മോനെ, അച്ഛനും അമ്മ ഇല്ലാത്തൊരു പെൺകുട്ടിയല്ലേ, അവക്കൊരു ചീത്തപ്പേര് വന്നാ എല്ലാരും ഞങ്ങളല്ലേ പറയൂ. എനിക്കൊന്നും കേക്കണ്ട. ഇനി മേലെ ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. ഇവിടെയുള്ള ഒറ്റ ഒരെണ്ണത്തിന് എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. പിന്നെ നിന്നെ വീട്ടിൽ ചെല്ലട്ടെ, എന്നിട്ട് വാ പോവാ. അതെ മാസേട്ടാ, ഒരു മിനിറ്റ്. എനിക്ക് എല്ലാരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. ഇനി നിനക്കെന്താ? അത് നമ്മളെല്ലാരും ഇവള് പ്രഗ്നന്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചല്ലോ.
ഓ മാപ്പ് പ്രസംഗം ഒന്നും വേണ്ട, എല്ലാവർക്കും കാര്യം മനസ്സിലായി. അതല്ല, ഒരു വെപ്രാളത്തില് ഞാനൊരു കാര്യം ചെയ്തു. എന്ത് കാര്യം? അല്ല, കല്യാണം കഴിയാത്ത ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇവള് ഗർഭിണിയാണെന്ന് എല്ലാരും അറിഞ്ഞ നാണക്കേടല്ലേ? പിന്നെ ഇവളുടെ ഭാവി. പക്ഷെ ഇനി ടെൻഷൻ അടിക്കണ്ടല്ലോ, പ്രഗ്നന്റ് അല്ലല്ലോ. അതൊരു 5 മിനിറ്റ് മുമ്പ് പറഞ്ഞിരുന്നേ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. എടാ നീ എന്താ ഒപ്പിച്ചേ? ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. അത് ഇവക്കൊരു ചീത്തപ്പേര് വരാതിരിക്കാൻ ഇവളുടെ കല്യാണം കഴിഞ്ഞു ഞാൻ കോളേജിന്റെ ഗ്രൂപ്പിലിട്ടു. ഹേ, അടിപൊളി. ബെസ്റ്റ്. അതാവുമ്പോ 10 മാസം കഴിഞ്ഞ് ഇവള് പ്രസവിക്കുമ്പോ ആരും ഡൗട്ട് അടിക്കൂലല്ലോ. ലോജിക്ക് കറക്റ്റാ. ഇതേ എല്ലാരും റിപ്ലൈ ഇടുന്നു. കർമ്മ, ഇൻസ്റ്റന്റ് കർമ്മ. നിങ്ങളൊക്കെ കൂടെ ഇല്ലാത്ത കഥയും പറഞ്ഞ് എന്നെ പഞ്ഞിക്കിട്ടില്ലേ? അതിന് ദൈവം തന്ന ശിക്ഷയെ അനുഭവിച്ചോ, എല്ലാം കൂടെ അനുഭവിച്ചോ. എടാ റോഷ, നീ ഇവളെ ആരെ കല്യാണം കഴിച്ചു എന്നാ പറഞ്ഞേ? അതൊരു വിശ്വാസതയ്ക്ക് വേണ്ടി നിങ്ങൾ ഇന്നലെ കാറിൽ വന്നിറങ്ങിയില്ലേ? മാലയും പൊക്കയും കുറിയൊക്കെ ഇട്ട് ആപ്പിക്കിട്ടോടുത്ത്. என் நண்பனை போல் யாருமில்லே இந்த பூமியிலே உன் கூடவே பிறக்கணும் உன் கூடவே பிறக்கணும். നീ അതെപ്പോ എടുത്തു? അത് അപ്പത്തെ ഒരു ആവേശത്തിന്. നിന്റെ വലക്കമുള്ള ഒരു ആവേശം. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നാണല്ലോ. നല്ല ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ എന്നിങ്ങനെ നോക്കി ദഹിപ്പിക്കല്ലേ. എന്റെ ഉള്ളിലെ നന്മ കാണൂ. ഈ നന്മ മരത്തെ ഞാൻ കടയോടെ വെട്ടിക്കളയും. അയ്യോ തല്ലരുതേ, എന്റെ അമ്മച്ചിക്ക് ഞാൻ ഒറ്റ പോലാണ്. അയ്യോ, ഞാൻ എങ്ങനെ കോളേജിൽ പോവും? ഈ പൊട്ടനെ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം. അയ്യോ എന്റെ ഭാവി. അപ്പൊ എന്റെ ഭാവിയോ? എന്നിനി ആര് കല്യാണം കഴിക്കൂ? നീ എന്തിനാ ഇനി വേറെ കല്യാണം കഴിക്കുന്നേ? ഇത് തന്നെ പോരെ? ഇതേ എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. കെട്ടാൻ പറ്റിയ ഒരു സാധനം. അയ്യ, അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്റെ ഭാര്യയായി കൊണ്ടുപോവാ. അയ്യോ അതെ പ്രിൻസിപ്പാളെ വിളിക്കുന്നു. എടുക്ക്. ഞാൻ എടുത്തിട്ട് എന്ത് പറയാനാ? റിസപ്ഷന് വിളിക്കാന്ന് പറയും. ഇതേ ഒന്ന് വെച്ച് തന്നാണ്ടല്ലോ. മനുവേട്ടനെടുക്ക്. ഞാനോ? നിങ്ങളല്ലേ കുടുംബനാഥൻ, നിങ്ങൾ സംസാരിക്കേ. പക്ഷെ നീയല്ലേ മെയിൻ, നീ സംസാരിക്കേ. ആരും സംസാരിക്കണ്ട, അത് കട്ടായി. എന്റെ ദൈവമേ, വള്ളികളില്ലാത്ത ഒരു ദിവസം, ഒരൊറ്റ ദിവസമെങ്കിലും തന്നൂടെ? ദേ വീണ്ടും വിളിക്കുന്നു. എടുക്ക് മനുവേട്ടാ. ഹലോ, അർപ്പിതല്ല, മനുവാണ്. അതൊരു അഡ്ജസ്റ്റ്മെന്റ്. അവരൊന്നും പറയില്ലേ? അല്ല, അഡ്ജസ്റ്റ്മെന്റ് അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല. ബെസ്റ്റ്. പഠിപ്പ് നിർത്തിയിട്ടൊന്നുമില്ല. ഓ, നാളെ തന്നെ വിടാം. ഫീസോ? ഓ മതി, ഇനി അങ്ങനെയാണല്ലോ. ഓക്കെ. ഇല്ല, ഫുൾ കോൺസെൻട്രേഷൻ പഠിപ്പിലായിരിക്കും. ഓക്കെ. ഓ പറഞ്ഞേക്കാം. എന്താ പറഞ്ഞേ? നിന്നോട് വിശ്വസ് പറയാൻ പറഞ്ഞു. താങ്ക്സ്. എന്താ ഫീസിന്റെ കാര്യം പറഞ്ഞേ? അതിനി ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ പേ ചെയ്യുന്നേ ചോദിച്ചു. ഞാനാന്ന് പറഞ്ഞു. അത് ഞാനല്ലേ? നീ അടക്കണം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും. ഇവളെ ഇനി നീ നോക്കണം. ഞാനാ? അയ്യോ, എന്റെ തല കറങ്ങുന്നു. നീയും പ്രഗ്നന്റ് ആണോ? ഇതേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇവളെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോണെന്നാണോ പറയുന്നേ? ചുമ്മാ പറഞ്ഞാ. ഏത് കോളേജൊക്കെ കഴിയുമ്പോ എല്ലാ പിള്ളേരും മറന്നോളും. അയ്യോ അമ്മ വിളിക്കുന്നു. എടുക്ക്. ഹലോ അമ്മ. അയ്യോ, ഞങ്ങളതൊന്നും അറിഞ്ഞില്ല അമ്മ. ഞങ്ങൾ അങ്ങനെ ആരെ അറിയിക്കാതെ ചെയ്യുവോ? അല്ല അമ്മ, സത്യായിട്ടും. ലവ് മാരേജ് ആയിരുന്നു. കൊണ്ടുവരാം. ഓക്കെ അമ്മ. അമ്മായി അറിഞ്ഞോ? അറിഞ്ഞ്. ഇവരുടെ ക്ലാസ്സിലെ ഏതോ പെണ്ണ് അവളുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത്. പുള്ളിക്കാരി എന്റെ അമ്മയുടെ സംഘത്തിലുള്ള. അപ്പൊ നാട്ടുകാരും അറിഞ്ഞു. ഇനി നീ ഇവളെ കൊണ്ടുപോയേ പറ്റൂ. അപ്പൊ ഞങ്ങളുടെ കുടുംബക്കാരോട് എന്തു പറയും? ഇത് തന്നെ പറ, ലവ് മാരേജ്. ഞാനൊന്നും പോവില്ല ഇവരുടെ കൂടെ. അല്ലേ ഇവളങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല. ഇവള് കുഞ്ഞാ. നാട്ടിലെ മൊത്തം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങളാ. ഹായ് അച്ചു വൈറലായി. മിണ്ടാതിരുന്നോണം. എന്റെ സംയോജിതമായ ഇടപെടല് കാരണം അവളുടെ ചീത്തപ്പേര് ഒഴിഞ്ഞു മാറിയില്ലേ? ഇനിയും വാ തുറന്നാ ഞാൻ മിച്ചറുമായി വായിലിടും. അയ്യോ ജാനു അങ്കിള് വിളിക്കുന്നു. അതാ എടുത്തു നോക്ക്. ഹലോ അങ്കിൾ. അല്ല, അങ്ങനല്ല. അത് ചോദിച്ചു. പക്ഷെ അല്ല, അത് എന്താ? നിനക്ക് തരാൻ പറഞ്ഞു. ഹലോ അങ്കിൾ. അങ്ങൊന്നും വിചാരിക്കല്ലേ.
അല്ല, അപ്പ അവന് റിലേഷൻ ഒന്നും ഇല്ലായിരുന്നു. അത് അങ്കിൾ പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലല്ലോ. പ്രേമോ? മിണ്ടാതിരിക്കും. ആ ഓക്കെ, ആ പറയാം. ആർച്ച എന്റെ ക്ലാസ്സിൽ തന്നെയാ. ഏയ് ഞാനൊന്നല്ല. ആ ഓക്കെ. എന്താ? അങ്കിള് നൈറ്റ് എത്തും. എന്തിന്? നിങ്ങളെ ആശീർവദിക്കാൻ. ഏ? അപ്പൊ എങ്ങനാ? നിങ്ങൾ രണ്ടെന്തിനാ എന്നെ നോക്കുന്നേ? അല്ല, അങ്കിള് നൈറ്റ് വരുമ്പോ നീ അവിടെ വേണമല്ലോ. എന്തിന്? നിങ്ങൾ ആശീർവദിക്കാനല്ലേ അങ്കിള് വരുന്നേ, അപ്പൊ നീ അവിടെ വേണ്ടേ? ഞാൻ വരൂല. ഇവിടെ വിടാൻ പറ്റില്ല. ചേച്ചി പ്ലീസ്, ഇന്നൊരൊറ്റ നൈറ്റ്, നാളെ രാവിലെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചോളാം. അല്ല, അത് ഒരു അന്യപുരുഷന്റെ കൂടെ രാത്രിയിൽ ഒരു വീട്ടില് ഞങ്ങളുടെ കുടുംബ മഹിമയ്ക്ക് കോട്ടം തട്ടുവേ. ഇവള് കഴിഞ്ഞ 3 ദിവസം എവിടെയായിരുന്നു? അത് നിന്റെ കൂടെ. അപ്പൊ ഇന്നും കൂടെ ഒന്ന് വിട്, അങ്കിള് വരുമ്പോ ഇവിടെ കാണണം. അപ്പു ചെന്നൈയിൽ വിടാമെങ്കിൽ ഇവിടെ വിടാനാണോ പാട്? എന്നാ ബുക്കൊക്കെ എടുത്ത് പൊക്കോ, നാളെ 4 ക്ലാസ് കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഹാവു, രക്ഷപ്പെട്ടു. അപ്പൊ ഇവള് നീ എന്നാ ഇന്ന് അവിടെ പോയി നിക്ക്, ജാനും ഉണ്ടല്ലോ അല്ലേ മനുവേട്ട? എന്നാലും ഒന്ന് തന്നു വിട്, നാളെ തിരിച്ചു തരാം. ഞാനെന്താ പഞ്ചസാരയും തക്കാളി എങ്ങനെയാണോ ഇന്ന് മേടിച്ചിട്ട് നാളെ തിരിച്ചു കൊടുക്കാൻ? ഏട്ടനും വരാം. അയ്യാ, അങ്ങനെ ഇപ്പൊ ഏട്ടൻ വരണ്ട, എന്തിനാന്ന് എനിക്കറിയാം. ഞങ്ങളും വരാം. ആ, എല്ലാരും കൂടെ പോവാം, അതാ നല്ലേ. ഇല്ലെങ്കിൽ ഇവക്ക് ആരില്ലാന്ന് ഇവരുടെ അങ്കിള് വിചാരിക്കും. ആ അത് ശരിയാ. എന്നാ എല്ലാരും റെഡി ആയിക്കോ, ഞാൻ സാരി ഉടുക്കാം. അച്ചു സാരി ഉടുത്തോ? ഇതൊക്കെ പഠിച്ചു വെച്ചോട്ടോ. ഞാനോ? പിന്നെ ഞാനോ? നീ തന്നെ. അയ്യോ, ഏതു നേരത്തോളം ഇങ്ങോട്ട് കേറി വരാൻ തോന്നിയേ. എന്തായാലും എല്ലാം ഓക്കെ ആയല്ലോ. ഞാൻ ഇവനോട് എപ്പോഴും ചോദിക്കും, വല്ല റിലേഷനും ഉണ്ടോ, ഉണ്ടെങ്കിൽ പറ, നമുക്ക് നടത്താം. എന്നിട്ടിപ്പോ എന്തായാലും കല്യാണം നടന്നല്ലോ, ഇനി പറഞ്ഞിട്ടെന്താ. ഞങ്ങൾക്ക് ജാനുവിന്റെ ആദ്യം നടത്തണം എന്നായിരുന്നു. അവളുടെ കുണ്ടലിയിൽ ഒരു പ്രശ്നമുള്ളതുകൊണ്ടേ 25-നുള്ളിൽ നടത്തണം. അവളുടെ കുണ്ടിക്ക് എന്താ പ്രശ്നം? മൂലക്കുരു ആയിരിക്കും. എടാ പൊട്ട ജാതകം. വൈഫ് ബാക്ക് പെയിൻ ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ വയ്യ, അതുകൊണ്ടാ വരാഞ്ഞേ. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് വരണം കേട്ടോ. വരാം. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടില്ല. നന്നായി, ഇന്ന് നല്ലൊരു മുഹൂർത്തമുണ്ട്. മോള് വാ, പാലെടുത്ത് തരാം. ഇവിടെ ഇപ്പൊ ഞാനല്ലേ ഉള്ളൂ. അളിയൻ ഒന്നവിടെ നിന്നേ. അളിയൻ നിന്റെ മനസ്സാ വാച കർമ്മണ അവളെ നോക്ക് പോലും ചെയ്യരുത്. ഇല്ല, ഇത് അവളോടും പറഞ്ഞേക്ക്. ഇതാ മോളെ പാല്. അയ്യേ, വെള്ളപ്പാലോ? എനിക്ക് ഹോർലിക്സാ ഇഷ്ടം. ആ പൊട്ടനെ കൊടുക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, തോന്നിയതായിരിക്കും.